നമ്മുടെ ഡയറിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരുപോലത്തെ ഡയറി തന്നെയാണ് ക്ലാസ് തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പാസ് ചെയ്യുന്നത്. കുട്ടികളുടെ വൺസ് കുട്ടികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പാരന്റിന്റെ കയ്യിൽ തന്നെയാണ്. പിന്നെ നമ്മൾ തിരിച്ച് എന്തെങ്കിലും ഒരു അത്യാവശ്യം എഴുതാൻ വേണ്ടി മാത്രമാണ് ഈ ഡയറി നമ്മൾ മേടിക്കുന്നത്. അതുവരെ കുട്ടികളുടെ കയ്യിൽ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്കറിയില്ല, ഇനി പ്രിന്റഡ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നും അറിയില്ല. അതെല്ലാവർക്കും എനിക്ക് തോന്നുന്നില്ല. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും തന്നെ സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ പേജിലും തന്നെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നത്. അതിന് കൊടുക്കണം പൈസ. ഈ പേരൻസ് മീറ്റിംഗ് ചേരാറുണ്ടോ മാഡം? അതിനെ സംബന്ധിച്ച് ഇവരെ അറിയിച്ചിട്ടുണ്ടോ? ഇതിന് ഈ ഡയറിയിൽ സാറിന് എഴുതി കൊടുത്തു വിടുകയാണല്ലോ, അതോ വാക്കാൽ പറയുകയാണോ? പേരൻസ് മീറ്റിംഗ് നമ്മൾ വാട്സപ്പ് വഴി മെസ്സേജ് ഇടും. ഇപ്പോൾ PTA ജനറൽ ബോഡി മീറ്റിംഗ് നമ്മുടെ ആദ്യത്തെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജൂണിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ എല്ലാ പാരൻസിനെയും ഹോൾ സ്കൂൾ പാരൻസിൻ്റെ മീറ്റിംഗ് ആണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. പാരന്റ് വരികയോ വരാതിരിക്കുകയോ എന്നത് അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ക്ലാസ് PTA നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനറൽ PTA മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ്. ഈ 4-5 മാസത്തിനിടയ്ക്ക് എത്ര PTA മീറ്റിംഗുകൾ ചേർന്ന് കാണും? PTA മീറ്റിംഗ് എനിവേ ഒരു മോർ ദാൻ 3. അതിനുശേഷം നമ്മൾ PTA എക്സിക്യൂട്ടീവ് ഉണ്ട്. PTA എക്സിക്യൂട്ടീവ് ആണ് മെയിനായിട്ട്. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് PTAയിൽ നിന്നും PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ വിളിച്ചു കൂട്ടുന്നത് PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ മാത്രമാണ്, പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. മാഡം, അപ്പോൾ ഈ യൂണിഫോം സംബന്ധിച്ച് അനസിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല എന്നും എന്തോ ഒരു പേപ്പർ എഴുതി ഒപ്പിട്ട് വാങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കൾച്ചറൽ പീപ്പിൾ. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടിയോടും കുട്ടികളുടെ പാരൻസിനോടും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈവൻ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആദ്യം ഇവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ, വൺസ് അഡ്മിഷൻ നമ്മുടെ സ്കൂളിൽ കിട്ടുന്നതിന് മുന്നേ. അത് അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ ഒരു തലേ കയറുന്നു. റെഗുലേഷൻസ് ഞാൻ ഒപ്പിട്ട് തന്നല്ലേ മാഡം പറഞ്ഞത്. മാഡം അത് ഇപ്പൊ പിന്നെ പറഞ്ഞ അനുസരിച്ച് പോലീസ് വന്നപ്പോൾ അത് എടുത്തപ്പോൾ അതിൽ സൈനില്ല, എന്റെ സൈനില്ലായിരുന്നു. അല്ല അനസ്, താങ്കൾക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മുടെ ഈ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി സംബന്ധിച്ച് താങ്കൾക്ക് അറിയാമോ? താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?